പക്ഷേ ഞാൻ ഇത്രയൊക്കെ ഡയലോഗ് ഇവിടെ അടിച്ചിട്ടും ഇവിടെ ഒരുത്തനും ഓർഡർ എടുക്കാൻ വരുന്നില്ല. അതാണ് പ്രശ്നം. നന്മ ചെയ്യാൻ പോണ്. നമുക്കൊരു ഹെഡ്സെറ്റ് കളഞ്ഞിട്ടിട്ടുണ്ട്. ഇല്ല, സ്റ്റാർട്ടിങ് ജാസ്തി ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പപ്പൻ എന്ന് സെർച്ച് ചെയ്ത ഷാജി പാപ്പനെ വരുള്ളൂ. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഓക്കെ നമ്മൾ ഒരുപാട് ലേറ്റായിട്ടില്ല. നല്ല തണുപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ സുള്ളിയ മടിക്കേരി വഴി അടുത്തത് മൈസൂർ. ആ റൂട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് മൈസൂർ കാഴ്ചകളുമായിട്ട് നമ്മൾക്ക് കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്. നമ്മുടെ കാസർഗോഡ് നമ്മൾ ടിപ്പിക്കലി കാണുന്ന സിനിമയിലൊക്കെ കാണുന്ന തൊണ്ടി മുതൽ ദൃക്സാക്ഷിയിലും ഇങ്ങനെ ചില സിനിമകളിലൊക്കെ കാണാറുണ്ടല്ലോ. ഒരു ഓറഞ്ച് ഫിൽറ്റർ ഇട്ടതുപോലെ ആയിരിക്കും ആ ഫ്രെയിം ഫുള്ള്. അതാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഗൈസ്. മാണിമൂല എന്ന് പറയുന്ന ഈ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് കർണാടക ബോർഡറിലേക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബോർഡർ. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ കാടായി. കാസർഗോഡ് ഒരുവിധം റോഡുകളൊക്കെ അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടേക്കുന്ന റോഡുകളാണ്, വണ്ടികളും കുറവാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇനി ആ റോഡ് വഴി പോകണമല്ലോ എന്നുള്ളൊരു ടെൻഷനില്ല. അതേപോലെ ഞാൻ എപ്പോൾ വന്നാലും ഞാൻ നിർത്തുന്നൊരു സ്പോട്ടാണിത്. ഈ വഴി പോകുമ്പോഴൊക്കെ ഞാൻ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി ഇവിടെ നിർത്താറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കരിമ്പിൻ ജ്യൂസ് കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കരിമ്പിൻ ജ്യൂസ് അടിച്ചിട്ട് പോവാം. എന്നാ ഒരു ജ്യൂസ്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇല്ല, സ്റ്റാർട്ടിങ് ജാസ്തി ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ശരി. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയിലെ ചേച്ചി വിചാരിച്ചു ഏതോ വലിയ യൂട്യൂബറാണോ, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, യൂട്യൂബിൽ ഇടുമോ. ഞാൻ പറഞ്ഞു ചേച്ചി ആകെ 10 പേരേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ നോക്കിയാലൊന്നും കിട്ടൂല എന്ന് പറഞ്ഞു. അല്ല, ആ ചേച്ചി ചോദിച്ചു, ആ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളുടെ യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ കാണിച്ചു തരാൻ പറഞ്ഞു. നമ്മുടെ ചാനൽ ഗൈസ് നമുക്ക് സെർച്ച് ചെയ്താലൊന്നും കിട്ടൂല. സെർച്ച് ചെയ്ത പപ്പൻ എന്ന് സെർച്ച് ചെയ്ത ഷാജി പാപ്പനെ വരുള്ളൂ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഗൈസ്. പക്ഷേ 1-2 വർഷത്തിന് ശേഷം നമ്മൾ ഈ റൂട്ടിൽ വരുമ്പോൾ, ഈ കടയിൽ നിർത്തുമ്പോൾ, അന്ന് ഞാൻ ചേച്ചിക്കും ചേട്ടനും ആ യൂട്യൂബ് ചാനൽ, നമ്മുടെ ചാനൽ കാണിച്ചു കൊടുക്കും. അന്ന് വരെ ഞാൻ ഞെട്ടിക്കും. ഇന്ന് ഞെട്ടിക്കുമെന്ന് വിചാരിച്ചാൽ പോലും സെർച്ച് ചെയ്താൽ കിട്ടൂല ഗൈസ്. പിന്നെ അവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സമയം പോകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങി. അതുകൊണ്ട് ഞെട്ടിക്കാനായിട്ട് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സുള്ളിയയിലേക്ക് ഗൈസ്. നമ്മളങ്ങനെ സുള്ളിയ ടൗണിൽ എത്തിയേക്കുവാണ് ഗൈസ്. ഇതാണ് സുള്ളിയ ടൗൺ. കണ്ടില്ലേ? സോറി ഗൈസ്, ഇതാണ് ഗൈസ് സുള്ളിയ ടൗൺ. ബാക്കിലോട്ട് കിടക്കുന്നത് നേരെ മംഗലാപുരമാണ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ മടിക്കേരി, അതേപോലെ മടിക്കേരി നേരെ മൈസൂർ ബാംഗ്ലൂർ റോഡാണിത് ഗൈസ്. സൺസെറ്റിന് മുമ്പ് നമുക്ക് മടിക്കേരി എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഏകദേശം സെറ്റായി തുടങ്ങി അവിടെ. മടിക്കേരിയിൽ പിന്നെ കുറച്ച് നല്ല കഫേകളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് അതിലും ഞാൻ സ്ഥിരം പോകുമ്പോൾ കയറുന്ന ഒരു കഫേ ഉണ്ട്. നമുക്ക് അവിടെ നിന്നൊരു കോഫിയൊക്കെ അടിച്ചിട്ട് വേണം പോവാൻ. ഇതാണ് മടിക്കേരി ടൗൺ. ഇവിടെ ഇത്രയും തിരക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇത് രാജാ സീറ്റ് എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ജസ്റ്റ് ആ രാജാ സീറ്റ് എന്ന് കണ്ടിട്ട് കഫേയിലോട്ട് കയറാം ഗൈസ്. ഇതാണ് നമ്മുടെ സ്ഥലം. ഇതാണ് രാജാ സീറ്റ്. അതായത് പണ്ട് രാജാവൊക്കെ ഇവിടെ വന്നിരുന്നായിരിക്കണം ചിലപ്പോൾ. സൺസെറ്റൊക്കെ കാണുന്ന സ്പോട്ട്. പക്ഷെ അകത്ത് വലിയ തിരക്കില്ല ഗൈസ്. ഞാൻ വിചാരിച്ചതിനൊക്കെ തിരക്ക് കുറവാണ്. ഇതൊരു ഗാർഡനകത്താണ് ഗൈസ് ഇരിക്കുന്നത്. ഗാർഡൻ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതാണ് രാജാ സീറ്റ്. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഉഗ്രൻ സൺസെറ്റ്.
ശരിക്കും ഗംഭീര ഒരു സീനറി നമുക്ക് കിട്ടി. നമുക്ക് മെല്ലെ ഇനി അങ്ങോട്ട് നടക്കാനുള്ളൊരു സ്പോട്ടുണ്ട്, അങ്ങ് അവിടെ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, നമ്മളിപ്പോൾ പാർക്കിൽ വെറുതെ ഒരു വാക്കിന് പോകണം ഗൈസ്. ഇതാണ് അതിൻ്റെ സിപ്പ് ലൈനിങ്. ഇത് പക്ഷേ കുറച്ചേ ഉള്ളൂ, അവിടെ നിന്ന് ഇവിടെ വരെ ഇത്രയേ ഉള്ളൂ. ഓഹ് എൻ്റെ ഗൈസ്, വ്യൂ, റിയലി നൈസ് വ്യൂ ഗൈസ്. ഇവിടെ പിള്ളേർ ബഹളമാണെന്ന് തോന്നല്ലോ. ഇത് പാർക്കിൻ്റെ എൻഡിങ്ങിലെത്തി ഗൈസ്. നമ്മളിങ്ങനെ നടന്നു വന്നിട്ട് ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ പിള്ളേർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ വെറുതെ അവിടെ കോഫി കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ. കാര്യം ഈ സമയത്ത് ഇവിടെ സൺലൈറ്റൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഞാൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വെറുതെ കയറിയാണ് ഗൈസ്. നന്മ ചെയ്യാൻ പോണ്. നമുക്കൊരു ഹെഡ്സെറ്റ് കളഞ്ഞിട്ടിട്ടുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുള്ള കഫേ, കിംബെർലി കഫേ. ഇവിടെ വൈനൊക്കെ കിട്ടും ഗൈസ്. ഇവിടെ നമുക്ക് പ്രൊഫഷണൽ കോഫി കുടിക്കാം. സെറ്റാണ് ഗൈസ്. ഇവിടുത്തെ ഫുൾ സെറ്റപ്പാക്കി ചെയ്യുകയാണ്. താഴെ ഇരിക്കാം, മുകളിലിരിക്കാം. ഗൈസ്, കോഫി കുടിക്കാമെന്ന് പറഞ്ഞൊരു ഐഡിയ കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അത്യാവശ്യം ടയർഡാണ് ഗൈസ്. ജോലി കഴിഞ്ഞ് നേരെ ഇറങ്ങിയല്ലോ, ഒരു 100 കിലോമീറ്റർ ഡ്രൈവിങ് കഴിഞ്ഞ്. പിന്നെ കോഫി കുടിച്ചാലൊരു പ്രത്യേക ഒരു എനർജി കിട്ടും ഗൈസ്. ഒരു ഉറക്കമൊക്കെ അങ്ങ് പോയി കിട്ടും. അതാണ് ഈ കോഫിയുടെ പ്രത്യേകത. നമുക്ക് ലൈവായിട്ട് നിൽക്കാൻ പറ്റും. ഇവിടെ എല്ലാവരും ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വരുന്നവരെ അങ്ങനത്തെ ഒരു കഫേ ആണെന്ന് തോന്നുന്നു ഗൈസ്. അറിയറിയൊന്നും ചായ കുടിച്ചിട്ട് പോകാൻ പറ്റൂല. ആള് വന്നു. ബ്രോ, 1 ഫ്ലാറ്റ് വൈറ്റ്. ഇന്നത്തെ പ്രോ കോഫി വന്നിരിക്കുകയാണ് ഗൈസ്, ഫ്ലാറ്റ് വൈറ്റ്. പക്ഷേ ഷുഗർ വേണം ഗൈസ്. ഷുഗർ ഇല്ലാതെ പാടാണ്. പക്ഷേ കോഫി ലവേഴ്സൊക്കെ ഷുഗർ ഇടാതെയാണ് കുടിക്കുന്നത്. കോൺസെൻട്രേറ്റഡ് കോഫി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നൈസ്. പക്ഷെ എത്ര നമ്മൾ ശ്രമിച്ചിട്ടും ഈ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യുന്നൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു വിമ്മിഷ്ടം മാറുന്നില്ല ഗൈസ്. പക്ഷേ ഇപ്പം എനിക്ക് വല്ലാത്ത കോൺഫിഡൻസ് വന്നു ഇപ്പോൾ നിങ്ങൾ കണ്ട ക്ലിപ്പ് എടുത്തതിന് ശേഷം. കാര്യം ഇവിടെ ആരും ഇല്ല ഗൈസ്, അതാണ് അതിൻ്റെ ഒരു കാര്യം, മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ചുറ്റിനും വന്നിരിക്കുന്നവരെല്ലാം നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരല്ലേ. അപ്പോൾ ഇവരാരും നമ്മളാരും എല്ലാം തികഞ്ഞവരായിട്ടൊന്നും ആരും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചെറുപ്പം തൊട്ടേ ട്രെയിൻ ചെയ്ത് വന്ന രീതി കൊണ്ടായിരിക്കാം മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളൊരു സംഗതി മൈൻഡിൽ ശരിക്കും കൊത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്നെപ്പോലുള്ള സാധാരണക്കാരായ പിള്ളേർക്കൊക്കെ ചിലപ്പോൾ കണക്റ്റ് ആവും. നമുക്ക് മൈൻഡിൽ ചെറുപ്പത്തിലേ ഇങ്ങനെ എൻഗ്രേവ് ചെയ്തിട്ടാണ് അത് വന്നിട്ടുള്ളത്. അവരെന്ത് വിചാരിക്കും, അങ്ങനൊന്നും ചെയ്യരുത്, പുറത്തിറങ്ങി അറ്റൻഷനായിട്ട് നടക്കണം, അങ്ങനെയൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഇൻഫ്യൂസ് ആയതല്ലേ. അപ്പോൾ നമ്മൾ നാച്ചുറലി അങ്ങനെ ആയിപ്പോവും, മെൻ്റലി അങ്ങനെ ആയിപ്പോവും. അതിൽ നിന്ന് തിരിച്ച് വരണം എന്നുള്ളൊരു റിയലൈസേഷൻ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴാണ്, ഇപ്പോഴൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഇപ്പോഴൊക്കെയാണ് ഞാൻ അനുഭവിക്കുന്നത് ഗൈസ്. ഇതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല, വെറുതെ എനിക്ക് തന്നെ കാണാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ അത് മെല്ലെ മാറ്റിയെടുക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വരുന്ന ജനറേഷൻസിൽ അവരെയൊന്നും ബാധിക്കുന്ന രീതിയിലുള്ള ആൾക്കാരല്ല ഇപ്പം വരുന്നത്. അതൊന്നും
മൈൻഡ് ചെയ്യാതെ പോകുന്ന സ്മാർട്ടായിട്ടുള്ള പിള്ളേരെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഇൻസെക്യൂരിറ്റീസ് ഒന്നും പിള്ളേർക്ക് ആവശ്യമില്ല. അപ്പം കഴിയുമെങ്കിൽ ഇത് കാണുന്നവർ അടുത്ത ജനറേഷനിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടോക്സിക് ആയിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പാസ് ഓൺ ചെയ്യാതിരിക്കുക. ഇദ്ദേഹം പോസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൈസൂർ ചെന്നിട്ട് കാണാം. ബൈ ബൈ. അങ്ങനെ നമ്മൾ മൈസൂർ എത്തിയേക്കുവാണ്. മൈസൂർ ഇന്നലെ നിന്ന സ്ഥലം ഇവിടെയാണ്. ഇത് ഏകദേശം സിറ്റിക്ക് അടുത്ത് തന്നെയാണ്. കുറച്ച് അപ്പുറത്തായിട്ടാണ് നമ്മുടെ മൈസൂർ പാലസൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ മൈസൂർ കറങ്ങാൻ പോകുന്നതൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും ചിലപ്പോൾ വരുന്നത്, ലെങ്ത് അനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. സാധനം എത്തിയിട്ടുണ്ട്, ക്യാപ്പച്ചിനോ ആൻഡ് സ്കോട്ടിഷ് ബാൻഡ് വിത്ത്